പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിന്റെ അരികിലേക്ക് പവിത്ര വന്നിട്ട് നിൽക്കാണ് കേട്ടോ. ഡിസൈൻ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ റെഡിയായി എന്ന് പറയാണ്. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിന്റെ മുഖത്ത് കാണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ആദർശ് പറയാണ് കേട്ടോ. തുടർന്ന് ആ ഡിസൈന് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ആദർശ് ആകെ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. എന്താടോ ഇത്, ഒരുപാട് ദൂരെ നിന്നാണ് ആൾക്കാർ വന്നിട്ട് ഈ ഡിസൈനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല പഴയതിനേക്കാൾ മോശമായിട്ടാണ് വീണ്ടും ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഡിസൈൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സമയമെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ ചെയ്യായിരുന്നു. പിന്നെ തൻ്റെ അടുത്ത് എന്തിനാ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇതെല്ലാം നയന കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് ആദർശേട്ടൻ ചൂടായത് കൊണ്ടാണ് പവിത്രയുടെ കോൺഫിഡൻസ് പോയതെന്ന് പറയുന്നുണ്ട്. തന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഗെറ്റ് ഔട്ട് എന്ന് പറയാണ് നയനയുടെ അടുത്ത്. നയന അവിടുന്ന് പോവാണ്. പക്ഷെ പവിത്ര അവിടെ നിൽക്കുന്ന കണ്ടിട്ട് നിന്നെ കൂടിയാണെന്ന് പറഞ്ഞിട്ട് പവിത്രയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ അവരുടെ മുന്നിലേക്ക് എങ്ങനെ പോവാനാണ്? ഇതുപോലൊരു പരീക്ഷണം എന്റെ കല്യാണത്തിനല്ലാണ്ട് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പുറത്ത് പവിത്രയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് തൊട്ട് ഫ്രണ്ട് തന്നെ നമ്മുടെ നയനയും ഇരിക്കുന്നുണ്ട്. സാരമില്ല പവിത്രേ, ആദർശേട്ടന് BP കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എന്തൊക്കെയാ പറയാന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമുക്ക് ഒന്നും കൂടി ശ്രമിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല മാഡം എന്നാണ് പവിത്ര പറയുന്നത്. ഞാനും ആർട്ട് ഗാലറി ഒക്കെ നടത്തിയ ആളാണ്, എനിക്കും കുറച്ച് ആർട്ട് വർക്കൊക്കെ അറിയാം. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ നയന. തുടർന്ന് നമ്മുടെ നയനയാണെങ്കിൽ ഇരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. വരച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആദർശിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ആദർശേട്ടാ, ഞാൻ കുറച്ച് ഡിസൈൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആദർശ് അത് മേടിക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പാടെ കീറിക്കളയുക ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമാവാണ് കേട്ടോ നയനയ്ക്ക്. നീ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ നീ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ സമയത്ത് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചില സമയത്ത് ഇങ്ങനെയുടെ സ്വഭാവം മുത്തശ്ശനും പോലെ തന്നെയാണ്, ആ നോട്ടോ അതുപോലെ തന്നെയാണ്. ആദർശേട്ടൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതൊരു നല്ല കാര്യമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നയന. എന്നെ ആദർശേട്ടൻ അംഗീകരിക്കണ്ട, പക്ഷെ ഞാൻ വരച്ച ഡിസൈൻ ഒന്ന് ജസ്റ്റ് നോക്കുമെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന് നയന ചോദിക്കുന്നുണ്ടേ. അത് നോക്കാനൊന്നുമില്ല, നീ വലിയ ആർട്ട് ഗാലറി ഒക്കെ നടത്തിയിട്ടുണ്ടാവും, പക്ഷെ ഇത് പണി വേറെയാണ്. ഡിസൈനിങ് ഒക്കെ പഠിച്ച ഒരുത്തി കൊണ്ടുവന്ന് കാണിച്ച കോപ്രായങ്ങൾ നീ കണ്ടതല്ലേ. ഇപ്പൊ അവള് പുറത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ. ആദർശേട്ടാ, ഒന്ന് പെൺകുട്ടികളോട് കുറച്ച് ക്ഷമ കാണിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് എന്താ പ്രത്യേകത? ഇപ്പത്തെ കാലത്ത് ആണും പെണ്ണും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നീയൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പെൺകുട്ടികൾ ഇപ്പത്തെ കാലത്ത് നല്ല ബോൾഡാണ് ആൺകുട്ടിയേക്കാൾ. അതുകൊണ്ട് പെണ്ണാണെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല എന്നും കൂടി ആദർശ് പറയുന്നുണ്ടേ. ഇത് കേട്ട നയന ശരി ശരി ഞാനൊന്നും ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നയന പവിത്രയ്ക്ക് അരികിലേക്ക് എത്തുന്ന സമയത്ത് എന്തായി വേണമെന്ന് ചോദിക്കുകയാണേ. എന്താവന, അദ്ദേഹം എൻ്റെ അത് നോക്ക് പോലും ചെയ്തില്ല, കീറിക്കളഞ്ഞു എന്ന് പറയുകയാണേ. മാഡം, ഇനി സാറ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും അതൊന്നും അംഗീകരിക്കില്ല, ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുകയാണേ. എന്തായാലും ഞാൻ വരച്ചതിൻ്റെ കുറച്ച് കോപ്പീസ് സിസ്റ്റത്തിനകത്ത് കിടപ്പുണ്ടല്ലോ, അത് നീ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പവിത്ര തന്നെ കാണിക്കുക. അപ്പം പവിത്ര ആവുമ്പം എന്തായാലും ആദർശേട്ടൻ നോക്കും. പിന്നെ പവിത്രയുടെ കാര്യത്തിൽ ആദർശേട്ടൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, അതും കൂടി നോക്കുക എന്ന് പറയാണ്. അതുപോലെ തന്നെ പവിത്ര ചെയ്യാണ് കേട്ടോ. അങ്ങനെ പവിത്ര പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഡിസൈന്. നയനയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. മാഡം ഇത് കാണിച്ചില്ലല്ലോ, നന്നായിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. ഞാനേ 12 വയസ്സിൽ ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയതാണ്. പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഇറങ്ങുന്നത് എൻ്റെ മനസ്സിൽ മനപ്പാടാണ്. അതുകൊണ്ട് ഈ ഡിസൈൻ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും സാറിന് കൊണ്ടുപോയിട്ട് ഞാൻ കാണിക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശ്രമിച്ചു എന്നുള്ളൊരു തോന്നലെങ്കിലും സാറിന് ഉണ്ടാവുമല്ലോ. എന്തായാലും പവിത്ര കൊണ്ടുപോയിട്ട് കാണിക്കാൻ നോക്ക്. ഒരു പക്ഷേ പവിത്രയുടെ ഈ ശ്രമത്തിന് ആദർശേട്ടൻ ചിലപ്പോൾ മാർക്ക് ഇട്ടേക്കാം, ജോലി പോവാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണം. അങ്ങനെ പവിത്ര നേരെ കൊണ്ടുപോയിട്ട് ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. കണ്ട ഉടനെ തന്നെ ആദർശ്, ഞാനിപ്പോൾ ക്ലയൻസിനെ വിളിച്ചിട്ട് ഈ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതാമത്തെ അറ്റംപ്റ്റ് അല്ലേ, അതോട് കൂടിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കാം, നോക്കട്ടെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ആദർശ് നോക്കുകയാണ് കേട്ടോ. ആ കാഴ്ച അവിടുന്ന് നയന കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.